മമ്മൂട്ടി സിനിമകൾ 100 കോടി അടിക്കുമോ എന്ന് മമ്മൂട്ടി ഫാൻസ് ചിന്തിക്കുന്നതല്ലാതെ അടിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിനി അങ്ങോട്ട് പോകുന്നതോറും നമുക്ക് അറിയത്തില്ല എങ്കിൽ പോലും കാരണങ്ങളൊന്ന് വളരെ ലളിതമായിട്ട് പറയാം. മോഹൻലാലിന്റെ 5ാമത്തെ സിനിമയാണ് 100 കോടി എത്തുന്നത്. പുലിമുരുകനായിക്കോട്ടെ, ലൂസിഫർ ആയിക്കോട്ടെ, എമ്പുരാനായിക്കോട്ടെ, തുടരുമായിക്കോട്ടെ, ദൃശ്യമായിക്കോട്ടെ, 100 കോടി അടിച്ചപ്പോഴും മമ്മൂട്ടിക്ക് ഒരു 100 കോടി ഇല്ല, 85 കോടി 80 കോടി. ഇതിന് സിമ്പിളായിട്ടുള്ള കാരണം ഇത്രയേ ഉള്ളൂ. മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും എല്ലാത്തരം ഫാമിലി ഓഡിയൻസിനെ ഒന്നും തിയേറ്ററിൽ എത്തിക്കാനുള്ള സിനിമകളെ അല്ല. കാരണം ഭ്രമയുഗമാണെങ്കിലും നൻപോൽ നേരത്ത് മയക്കമാണെങ്കിലും കാതലാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിന്റെ അഭിനയശേഷി, ഇപ്പോൾ രാക്ഷസ നടികർ അല്ലെങ്കിൽ അതിഗംഭീരമായ റോളുകൾ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആ രീതിയിൽ നമ്മൾ പെർഫെക്റ്റ്ലി 100 അല്ല 1000% അതിനോട് യോജിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കഥാപാത്രം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ മമ്മൂട്ടി അല്ലാതെ വേറൊരു മലയാള നടൻ ഇപ്പം അഭിനയിച്ച് ഫലിപ്പിക്കുന്നില്ല. പക്ഷേ കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമ, ഒരു 3 സിനിമകൾ വേണമെങ്കിൽ 100 കോടി അടിക്കാമായിരുന്നു. കണ്ണൂർ സ്കോഡ് എല്ലാവർക്കും ഒരേപോലെ ഗംഭീരം എന്ന് പറയുന്ന സിനിമയാണ്. മോഹൻലാലായിരുന്നെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെങ്കിൽ വേണ്ട, ബേസിലായിരുന്നെങ്കിൽ ഡിസ്ട്രിബ്യൂഷനെങ്കിലും അത് ചിലപ്പോൾ ഒരു 150-200 കോടി അടിച്ചേനെ. കണ്ണൂർ സ്കോട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ടെർബോ മോഹൻലാലിന്റെ സിനിമയായിരുന്നെങ്കിൽ, ആശീർവാദ് ആയിരുന്നെങ്കിൽ അതൊരു 100 കോടി മിനിമം അടിച്ചേനെ. ഭീഷ്മപർവം, ഈ സിനിമകൾക്കൊക്കെ ആയിരുന്നു ചാൻസ് കൂടുതൽ. ഭ്രമയുഗം പോലും ഒരു 60-65 കോടിക്കിടയിൽ മമ്മൂട്ടിക്ക് കളക്ഷൻ വന്നെങ്കിൽ വേറെ ഏത് പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നെങ്കിലും വേറെ ഏത് നടന്മാരായിരുന്നെങ്കിലും ഒരു പക്ഷേ ഒരു 100 കോടിയോ അല്ലെങ്കിൽ ആ ലെവലിൽ എത്തിച്ചേനെ. ഇതിനൊക്കെ ചാൻസ് കിട്ടി. പക്ഷെ ഇതൊന്നും ഒരു മാസ് ഓഡിയൻസിനെ, ഫാമിലി ഓഡിയൻസിനെ നമ്മുടെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നതിനെ സഹായിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ പണ്ട് രാജമാണിക്കോ അല്ലെങ്കിൽ പോക്കിരി രാജയോ അല്ലെങ്കിൽ അണ്ണൻ തമ്പിയോ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്ന തൊമ്മനും മക്കളും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഫാമിലി ശരിക്കും മിസ്സാവുന്നുണ്ട് യഥാർത്ഥത്തിൽ. അതാണ് സത്യം. ഫാൻസുകാർ മാത്രം കണ്ടാൽ ഒരിക്കലും ഒരു സിനിമ 100 കോടിയൊന്നും എത്തത്തില്ല. ശരിക്കും ഫാമിലി ഓഡിയൻസ് കാരണം. ഒരു പക്ഷേ നിതീഷ് സഹദേവന്റെ പടമോ മട്ടാഞ്ചേരി മാഫിയോ, നിതീഷ് സഹദേവന്റെ പടത്തിനകത്ത് ഒരു നെഗറ്റീവ് ഉള്ളത്, അത് ചിലപ്പോൾ ഒരു അതിഗംഭീര സിനിമയാണെങ്കിലും മമ്മൂട്ടി കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ, അതല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് മമ്മൂട്ടി കമ്പനി 85 കോടി ആകുമ്പോഴത്തേന് സ്റ്റോപ്പ് ആകുന്ന ഒരു പ്രവണതയുണ്ട്. അത് ഇതോടുകൂടി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ടുള്ള സിനിമകൾ പക്ഷെ പ്രതീക്ഷ വെക്കാവുന്നതാണ്. കാരണം മട്ടാഞ്ചേരി മാഫിയ പ്രതീക്ഷ വെക്കാൻ ഖാലിദ് റഹ്മാന്റെ സിനിമയാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അതിനുശേഷം കണ്ണൂർ സ്കോഡ് 2 വരുന്നുണ്ട്. ഇത്രയും പ്രീ സെയിൽ ബുക്കിംഗ്. പേട്രിയോട്ട് പോലും ഈസി ആയിട്ട് 100 കോടി അടിക്കാമായിരുന്നു. പ്രീ സെയിൽ ബുക്കിംഗ് ഒക്കെ കണ്ട് ഈ ദൃശ്യം ചെയ്ത പോലെ 4 ദിവസമൊക്കെ വെക്കണമായിരുന്നു. അതിന് പോലും ഉള്ള ഒരു കോമൺ സെൻസ് പോലും കാണിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്കൊന്നും അതിനുള്ള കഴിവില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും മമ്മൂട്ടി 100 കോടി അടിക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നം അവസാനിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ പറഞ്ഞ കാരണങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കമൻസ് ഉറപ്പായിട്ട് വിടാം. 100 കോടി അടിക്കുമോ? അടിക്കട്ടെ. 100 കോടി 200 കോടി 300 കോടി 500 കോടിക്ക് അടിക്കട്ടെ. പക്ഷേ അതിന് മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ളവരോട് വിചാരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്തുക.